നമസ്കാരം. അമേരിക്കയും ഇറാനുമായുള്ള അനൗപചാരിക സമാധാന ചർച്ചകൾ ജനീവയിൽ തുടരുകയാണ്. അതിനിടയിലും അമേരിക്കയും ഇറാനും പരസ്പരം പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്നുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലുകളൊക്കെ തന്നെ ഇറാൻ്റെ തീരത്തേക്ക് നീക്കിയിരുന്നു. അതിനിടെ ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനി ഈ കപ്പൽ കാണിച്ചതും തങ്ങളെ ഭയപ്പെടുത്താൻ കഴിയുകയില്ല എന്നും ഈ കപ്പലാണെങ്കിലും തകർക്കാനുള്ള സംവിധാനം തങ്ങൾക്കുണ്ട് എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ മധ്യസ്ഥതയിലാണ് ഈ ഒരു സമാധാന ചർച്ച നടക്കുന്നത്. ഇറാനെ ഏത് നിമിഷമെങ്കിലും ആക്രമിക്കാം എന്ന് അമേരിക്ക പറയുമ്പോഴും അക്കാര്യത്തിലൊരു ശക്തമായ നിലപാടിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തവുമല്ല. അതേസമയം എന്തു വന്നാലും ഇറാനെ ആക്രമിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇസ്രായേൽ. അമേരിക്ക ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യം ഇറാൻ സഹായിക്കുന്ന അവരുടെ പ്രോക്സി സംഘടനകളായ അല്ലെങ്കിൽ സഹായികളായ ഹിസ്ബുള്ളയും ഹൂതിയുമെതിരെയും ഹമാസിനെയും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഹമാസിനെ ഏതാണ്ട് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഹൂതിയുമെതിർ കുറച്ചു കാലമായി യാതൊരു അനക്കവുമില്ല. ഇനി അവശേഷിക്കുന്നത് ഹിസ്ബുള്ള മാത്രമാണ്. ലെബനനിൽ അവർ ഇപ്പോഴും ആധിപത്യം തുടരുക തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടുവെങ്കിൽ പോലും ഇപ്പോഴും ഹിസ്ബുള്ള ലെബനനിലെ ഒരു പ്രധാന ശക്തി തന്നെയാണ്. അവർ തങ്ങളുടെ നഷ്ടപ്പെട്ട അതല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത സൈനിക കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആദ്യം ഇനി എവരെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ ഫെബ്രുവരി മാസത്തിൽ മാത്രം ഇതുവരെ 14ഓളം ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ ലെബനനിൽ ചെന്ന് വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം തന്നെ ബോംബിട്ട് നശിപ്പിക്കുകയാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എങ്കിൽ പോലും പലതവണ ഹിസ്ബുള്ള പ്രകോപനം ഉണ്ടാക്കുക. ഏതാണ്ട് 370ഓളം പേരെ സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം, അതായത് 2024 നവംബറിന് ശേഷം ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നത്. നിരവധി തവണ ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാളെ ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ ഈ സഹായ സംഘടന, അതായത് ഹിസ്ബുള്ളയെ പോലുള്ള സംഘടനകൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണത്തിന് വരരുത് എന്നുള്ള വളരെ മുൻകരുതലോടുകൂടി തന്നെ മൊസാദ് നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അത് എല്ലാ സഹായികളെ ഇല്ലാതാക്കിയതിന് ശേഷം നേരിട്ട് ഇറാനിലേക്ക് കടന്ന് ആക്രമണം നടത്തുക, ഇറാനെ തോൽപ്പിക്കുക, ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഗ്രീസിലെ ഏഥൻസിൽ ഒരു പ്രമുഖ ഇസ്രായേലി സംവിധായകയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു. ഡാന ഈഡൻ എന്നാണ് അവരുടെ പേര്. വളരെ പ്രശസ്തമായ ഒരു ടെലി സീരീസിൻ്റെ സംവിധായക കൂടിയായിരുന്നു അവർ. അതിൻ്റെ പേര് ടെഹ്റാൻ എന്നായിരുന്നു. ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവായുധ നിർമ്മാണവും അത് കണ്ടുപിടിക്കാനെത്തുന്ന ഒരു മൊസാദ് വനിതാ ചാരപ്രവർത്തകയുടെ അനുഭവങ്ങളും സംഭവങ്ങളുമായിരുന്നു. എന്നാൽ ഇത് വളരെ ജനപ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംവിധായകയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇറാന് ഈ സംവിധായകരോടും തീരാത്ത പകയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം മൊസാദിനെ പരമാവധി പുകഴ്ത്തിക്കൊണ്ടുള്ള അവരുടെ സംവിധാനങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ടെലി പരിപാടി ഇത്രയും ജനശ്രദ്ധ ആകർഷിക്കുമ്പോൾ ഇറാൻ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവരുടെ മരണത്തിന് പിന്നിൽ അത് കൊലപാതകമാണോ എന്ന്, ഇറാനാണോ എന്ന് ഇപ്പോഴും വ്യാപകമായ സംശയം ഇസ്രായേലിനുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പരമാവധി പ്രകോപനകരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് അമേരിക്ക ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങളായി ഇസ്രായേൽ ജനതയ്ക്ക് സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ ഈ 4 ഭാഗത്തു നിന്നും തീവ്രവാദി ആക്രമണം സംഘടിപ്പിക്കുന്നതും അവിടെ മറ്റൊരുപാട് കലാപങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഗാസയിലെ ജനജീവിതം ഇമാതിരി ആക്കിയതുമെല്ലാം ഇറാനാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇറാനെ നിലംപരിശാക്കാതെ തങ്ങൾക്കിനി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇപ്പോൾ ലെബനനിലേക്ക് കടന്നു നിന്ന് വീണ്ടും ഹിസ്ബുള്ള താവളങ്ങൾ തകർക്കുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ എവിടെയാണുള്ളതെന്നും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൃത്യമായും മൊസാദിനോടകം തന്നെ ഇസ്രായേൽ സൈന്യത്തിന് എത്തിച്ച് കാണും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർക്കാൻ തന്നെയാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. നേരത്തെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഫോർദോ ഉൾപ്പെടെയുള്ള ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർന്നിരുന്നുവെങ്കിലും ഇപ്പോഴും അവരുടെ പല ആണവ നിലയങ്ങളും പൂർവാധികം ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു രണ്ടും കൽപ്പിച്ചുള്ള ഒരു അംഗത്തിനായി ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. അമേരിക്ക പിന്മാറിയാൽ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയം വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെയും മറ്റും ശരീരഭാഷയിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.